ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഹെയർ 3 പേരുടേതാണേ. 3-ൽ 2 പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനും ഒരാൾക്ക് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റിനുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ ഒരുപാട് കേൾസില്ല, തിന്നായിട്ടുള്ള ഹെയറാണ്. അഴിച്ചിട്ടുകൊണ്ട് നടന്നാലും കെട്ടിവെച്ചാലും ഒരു ഭംഗിയില്ല, അങ്ങനെ ഒരു ടൈപ്പ് ഹെയർ. അത് ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം. രണ്ടാമത്തെ ഹെയർ 2 വർഷത്തോളമായി നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തതാണ്. ഇപ്പോൾ ഇത് 4ാമത്തെ തവണയാണ് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വരുന്നത്. കാരണം ആദ്യം വരുന്ന സമയത്ത് സ്കാൽപ്പിൽ തീരെ ബേബി ഹെയർ ആയിരുന്നു. ആ ബേബി ഹെയർ എല്ലാം ഇപ്പോൾ കിളിർത്ത് ഒരേ ലെവലിലുള്ള ഹെയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല കേൾസുള്ള ഹെയറാണ് സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നതെന്ന്. ഇപ്പം ആ കേൾസൊക്കെ മാറി. ഇപ്പം കേൾസ് തീരെ കുറഞ്ഞാണ് ഇപ്പം സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പം ആ ഒരു ഒരുപാടങ്ങ് ലെങ്തും ഒരുപാട് തിക്നെസ്സും വെക്കുന്ന ടൈപ്പ് ഹെയർ അല്ലത്. അപ്പം എന്നാലും ഉള്ള ഹെയർ അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാം, കെട്ടിവെക്കുക. ആ രീതിയിലേക്കാണ് നമ്മൾ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആ കുഞ്ഞു ബേബി ഹെയറുകൾ ഒരുപാടായിട്ട് കിളിർത്ത് ചുരുണ്ട് ഇങ്ങനെ വരത്തില്ല. അന്നുള്ള ഹെയറിന് ലെങ്ത് വെച്ചിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ കിടക്കുന്നു. അത് കാണുമ്പോൾ മനസ്സിലാകും. മൂന്നാമത്തെ ഹെയർ തീരെ തിന്നായിട്ടുള്ള ഹെയറാണ്. അത് അഴിച്ചിട്ടാലും കെട്ടിവെച്ചാലും അഴിച്ചിടുമ്പോൾ ചുരുണ്ട് മുകളിലേക്ക് കയറും, കെട്ടിവെച്ചാലും ഭംഗിയില്ല. ആ ഒരു ടൈപ്പ് ഹെയർ. ആ ഹെയർ നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാം, കെട്ടിയും വെക്കാം. ആ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. അപ്പം വാഷ് ചെയ്ത് കഴിയുമ്പം ചുരുണ്ട് മുകളിലോട്ട് കയറും. തീരെ തിന്നായിട്ടുള്ള ഹെയറാണ്. സ്കാൽപ്പിലാണ് നല്ല തിക്നെസ്, താഴോട്ട് തീരെ തിന്നായിട്ടുള്ള ഹെയറാണ്. അതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞുള്ള ഹെയറാണിത്. അപ്പം ഇടയ്ക്ക് കുറച്ച് മുകളിലേക്കും 2 സൈഡിൽ നിന്ന് താഴോട്ടും അങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പ് ഹെയർ ഇത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരേ ലെവലിൽ കൊണ്ടുവരണം. ഇത് ചെയ്ത് കഴിയുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലെയർ അടിച്ചിട്ടേക്കുന്ന ആ ഒരു ലുക്കിലേക്ക് കിട്ടണം. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കെരാറ്റിനും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഹെയറാണിത്. അപ്പം നല്ല ഭംഗിയായിട്ട് കിട്ടിയ ഹെയർ അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം. അപ്പോൾ ഇനി 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് റൂട്ട് ടച്ച് മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ഒരുപാട് ഡ്രൈനെസ് ഇല്ലാത്ത ഹെയറാണ്. അതുകൊണ്ട് എന്നാൽ ഒരു വർഷത്തിലൊരു പ്രാവശ്യം റൂട്ട് ടച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ കെരാറ്റിനും കൂടെ ചെയ്ത് കൊടുക്കണം. ഇതാണ് രണ്ടാമത്തെ ഹെയർ. 2 വർഷത്തോളമായി നമ്മുടെ അടുത്ത് ആദ്യം വരുന്ന സമയത്ത് നല്ല കേൾസുള്ള ഹെയറാണ്. സ്കാൽപ്പിൽ നിറച്ചങ്ങ് ബേബി ഹെയർ ആയിരുന്നു. അപ്പോൾ ആ ബേബി ഹെയർ എല്ലാം കിളിർത്ത് ലെങ്ത് ആയിട്ടുണ്ട്. നേരത്തെ അങ്ങനെയല്ല, കൊഴിഞ്ഞിട്ടുടനെ അടുത്തത് കിളിക്കുക, അങ്ങനെ അതുകൊണ്ടായിരുന്നു കൂടുതലും ബേബി ഹെയർ നിന്നത്. ഇപ്പോൾ അങ്ങനെയില്ല. ഇപ്പോൾ ഉള്ള ഹെയറിന് തന്നെ ലെങ്ത് വെച്ചിട്ടുണ്ട് താഴോട്ട്. അപ്പോൾ ഈ ലെങ്ത് വെച്ചിട്ടുള്ള ഹെയർ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഷോർട്ടാക്കി വരുന്ന സമയത്തൊക്കെ, ഇപ്പോഴും ഞാനൊന്ന് ഷോർട്ടാക്കിയിട്ടുണ്ട് ഹെയർ. ഒരുപാട് ലെങ്ത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഷോർട്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഷോർട്ടാക്കിയില്ലായിരുന്നേ കുറച്ചും കൂടെ ലെങ്ത് കിട്ടിയേനെ. എന്നാലും ഒരുപാടങ്ങ് വോളിയം, ഒത്തിരി തിക്നെസ് വരുന്ന ടൈപ്പ് ഹെയർ അല്ല. സ്കാൽപ്പിൽ ഒരുപാടങ്ങ് തിക്നെസ് വരത്തില്ല, അങ്ങനെ ഉള്ള ടൈപ്പാണ്. ഇത് മൂന്നാമത്തെ ഹെയർ മുകളിലേക്ക് കയറിപ്പോകുന്ന, വാഷ് ചെയ്ത് കഴിയുമ്പോൾ മുകളിലോട്ട് കയറിപ്പോകും, ആ ഒരു ടൈപ്പ് ഹെയർ ആയതും. അപ്പോൾ ഇത് അഴിച്ചിട്ടാലും കെട്ടിവെച്ചാലും ഒരു ഭംഗിയില്ല. അപ്പം നമ്മൾ ഇപ്പം ഫസ്റ്റ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് ഇത് കെരാറ്റിനൊക്കെ ചെയ്തപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ട് കിട്ടി. ഒരുപാട് ലെങ്ത് കുറച്ചിട്ടില്ല, ലെങ്ത് കുറയ്ക്കാതെ ഇത് നമ്മളെടുത്തത്. അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും വേണം, കെട്ടിയും വെക്കണം. ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ പിന്നെ കട്ട് ചെയ്തത്. അതുകൊണ്ട് ക്രൗൺ ഏരിയയൊക്കെ നല്ല ഭംഗിയായിരുന്നു നമ്മൾ അഴിച്ചിട്ട് കഴിയുമ്പോൾ. ഇനി ഇത് 6 മാസമാകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനും കൂടെ ചെയ്യണം. കാരണം ഹെയർ കളറൊക്കെ ചെയ്യുന്ന ഹെയർ ആയതുകൊണ്ട് കെരാറ്റിനും കൂടെ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഹെയർ കളർ ഒന്നും ചെയ്യാത്ത ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് ടച്ച് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത് ഓരോ വാഷ് കഴിയും തോറും ഇതിന് വോളിയം കൂടുതൽ തോന്നിക്കത്തതേ ഉള്ളൂ. കാരണം ഇപ്പം നമ്മളിത് കെരാറ്റീനും കൂടെ ചെയ്തേക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് താന്ന പോലെ ഇരിക്കുന്നത്. ഓരോ വാഷ് കഴിയും തോറും വോളിയം കൂടുതൽ തോന്നിക്കും. ഫേസിനൊക്കെ നല്ല ചേഞ്ച്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്ക് ഞായറും തിങ്കളും ബുക്കിംഗ് അനുസരിച്ചാണ് ഞാൻ എത്തുന്നത്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്